വരൂ, ഇരിക്കൂ. എന്താണ് അസുഖം? വലിച്ചു നീട്ടണ്ട, ഒറ്റ വാക്കി പറഞ്ഞോളൂ. ക്ഷീണം, കലശലായ ക്ഷീണം. ആഹാ, എന്തിനാണ് ഈ കലശൽ? ക്ഷീണം മാത്രം പോരെ? ഓക്കെ, പാല് കുടിക്കാറുണ്ടോ? ഇല്ല. മുട്ട തിന്നാറുണ്ടോ? ഇല്ല. ഇറച്ചിയും മീനും തിന്നാറുണ്ടോ? ഇല്ല. ആഹാ, പുല്ല് തിന്നാറുണ്ടോ? സാർ, ഒരർത്ഥത്തിൽ പുല്ല് തിന്നാൻ പോലും വകയില്ല. ഈശ്വരഭക്തനായ കൈക്കൂലി വാങ്ങാത്ത ഒരു ശിപായിയാണ് ഞാൻ. സാർ, അച്ഛനമ്മമാരെയും ഭാര്യാമക്കളെയും പോറ്റാൻ തന്നെ ശമ്പളം തികയുന്നില്ല. ചങ്ങാതി, തനിക്ക് ഒരു രോഗവുമില്ല. ഭക്ഷണത്തിന്റെ കുറവാണ് ക്ഷീണത്തിന് കാരണം. പതിവായി കടലയും പയറും കഴിക്കുക. തരം കിട്ടുമ്പോൾ മത്സ്യമാംസങ്ങളും കഴിച്ചോളൂ. ഇടയ്ക്കിടെ വന്നാൽ ഇത്തരം മരുന്നുകളും തരാം. ശരി, പൊക്കോളൂ. പുല്ല് മാത്രം നിന്ന് നടന്നാൽ ചത്തുപോകും, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ വേറൊരു കാര്യം, എല്ലാ ഫയലുകളും വേഗം എത്തിച്ചു കൊടുക്കണം കേട്ടോ. നല്ലതും ആരോഗ്യകരവുമായ ഭക്ഷണം ശീലമാക്കുക. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് രോഗം വരാതെ സംരക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ആഹാരമാണ് ഏറ്റവും നല്ല ഔഷധം. നമ്മുടെ മുന്നിൽ വരുന്നവർ എങ്ങനെയുള്ളവരുമാകട്ടെ, അവരോട് നന്നായി പെരുമാറാൻ പഠിക്കുക. ഭക്ഷണം പാഴാക്കുമ്പോൾ ശ്രദ്ധിക്കുക. അത് ലഭിക്കാത്തവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ടെന്ന്. ഫാസ്റ്റ് ഫുഡ് വില്ലൻ തന്നെയാണ്. ആരോഗ്യമാണ് സമ്പത്ത്.